പിന്നെ ഈ മനുഷ്യൻ തനക്ക് വേണ്ടി ഇടാനല്ലേ അവിടെ ഇരിക്കണേ. ഇറ്റല്ലോ നമ്മളെ സാധനം. വന്നോ? എന്തേ വൈകിയത്? ഓ ഫുള്ള് കായ് ഉണ്ടാക്കല്ലേന്ന്. വരണ്ടേ കോളുണ്ടോടാ? നമ്മക്കൊക്കെ എന്ത് കോളൊക്കെ ആ ഗന്ധർവാജിന്റെ ബോട്ടില്ലേ? അത് പിന്നെ പണ്ടും അങ്ങനെ തന്നെയല്ലേ. ഗന്ധർവാജിന്റെ ബോട്ട് എവിടെ ഇരിക്കലും അവിടെ ഒന്ന് ചാകര. ഈ ഗന്ധർവനും ഞാനൊക്കെ പണ്ട് ഒരുമിച്ച് കടലിൽ പോയവരാ. ഓൻ്റെ ഭാഗ്യം കൊണ്ടും അപ്പോൾ വലിയ കായ്യാരനായി, കാറായി, ബംഗ്ലാവായി, മക്കളൊക്കെ ഇപ്പം നല്ല നിലയിലുമായി. സകലമായ ആഗ്രഹങ്ങളും തീർന്ന മൗലി. ഞാനിപ്പോഴും ഇതാ അവിടെ അങ്ങനെ തന്നെ. അങ്ങനെ പറയാൻ പറ്റില്ല പോക്കർക്ക. ആജിയുടെ കഠിനാധ്വാനം തന്നെയാണ് അയാളുടെ ഭാഗ്യം. അടിച്ചടാ. ആജിയുടെ കാര്യം പറഞ്ഞു നാക്കുള്ളിൽ കിട്ടപ്പോൾക്ക് മാനൂന് അടിച്ചല്ലോ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ മൂപ്പര്. ഇനിയാൾ ശരിക്കും ഗന്ധർവനാണോ? പോക്കർക്ക് ഓർമ്മയുണ്ടോ? ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒന്നും ആയിരുന്നില്ല പണ്ട് ഈ കടപ്പുറം. മീൻ പിടിക്കാൻ പോകുന്ന അരയന്മാർക്കൊന്നും ഒരു നെത്തോലി കുഞ്ഞിനെ പോലും കിട്ടാതിരുന്നൊരു കാലുണ്ടായിരുന്നു ഇവിടെ. ഈ കരമുയമ്പം പട്ടിണിയിലായിരുന്ന ആ കാലത്ത് കാറ്റും പേമാരിയും പന്തയം വെച്ചോണ്ടിരുന്ന ഒരു ദിവസം നടുക്കടലിലേക്ക് വള്ളമായിട്ട് ഇറങ്ങിച്ചല്ല ഒരാളെ ധൈര്യം കാണിച്ചുള്ളൂ. എല്ലാവരും കടലമ്മ കൊണ്ടുപോയിന്ന് കരുതി അയാൾ 7-ാം പക്കം തിരിച്ചെത്തി. ഈ നാട്ടുകാരിതുവരെ കാണാത്തൊരു കാഴ്ച കണ്ടു അന്ന്. ആ രാത്രിയിലെ തിരമാലകൾക്ക് പോലും ഒരു നീല വെട്ടായിരുന്നു. അയാളുടെ വഞ്ചി നിറയെ മീനും. ഗന്ധർവനാജിക്ക് അന്ന് കടലമ്മ നൽകിയ കനിവാണ് ഇന്ന് ഈ കരയുടെ സൗഭാഗ്യങ്ങൾ സകലതും. നമുക്കിതെടുത്ത് മാറ്റിയാലോ? എന്താണ് ഞങ്ങൾ അവിടെ കിടന്ന് തപ്പിക്കളിക്കുന്നത്? ഉപ്പാൻ്റെ സ്വർഗത്തിന്റെ താക്കോലുണ്ട്. ഈ ലോകമുണ്ടായ കാലത്ത് നമ്മൾ മനുഷ്യന്മാരും സ്വർഗത്തിലായിരുന്നു, പടച്ചോൻ്റെ ഒപ്പം. അവിടെ വെച്ച് ഇബ്ലീസിൻ്റെ വാക്കും കേട്ട് അദബ് ലംഘിച്ചതിന് ഓൻ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു. പക്ഷേങ്കിൽ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് ഓൻ നമ്മളെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു.